അച്ഛന് ഒരു കുഴപ്പമില്ല. പഞ്ചസാര തീരില്ല. അയ്യോ, പഞ്ചസാര തീരെയില്ലേ? എന്നാ പോകുന്ന വഴിക്ക് കുറച്ച് മേടിച്ചോണ്ട് പോവാ. റിസപ്ഷനിലെ നെയിം ബോർഡില് ഏട്ടന്റെ പേരൊരാൾ തിരയുന്നുണ്ട്. ആര്? ചെന്ന് നോക്ക്. നിന്റെ അച്ഛൻ കൊണ്ടുവരുന്ന ആലോചനക്കാർക്ക് നിന്റെ അമ്മയെ തന്നെ നമുക്ക് കെട്ടിച്ചു കൊടുക്കാം. അതോടെ നിന്റെ അച്ഛൻ രക്ഷപ്പെടും, നമ്മൾ സേഫ് ആവുകയും ചെയ്യും. ആശുപത്രിയിലാണെങ്കിലും ഇത് തന്നെയല്ലേ കഷ്ടം. സ്വന്തം സഹോദരന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് പറയാണെന്ന് കരുതിയാൽ മതി. ഇവനെ അത്രയ്ക്ക് അധികം അങ്ങോട്ട് വിശ്വസിക്കണ്ട. എന്റെ അനിയനാണെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ജന്മന ഒരു ആർത്തിക്കാരനാണ്. സ്വന്തം കാര്യം സിന്ദാബാദ്, അത്രേ ഉള്ളൂ. എന്നാ എന്റെ ഈ സ്വന്തം കാര്യത്തിൽ ഏട്ടൻ ഇടപെടണ്ട. സ്റ്റാമ്പ് വലിപ്പത്തിലുള്ള ഒരു പഴയ ഫോട്ടോയും പേഴ്സിനകത്ത് വെച്ച് നടക്കുന്ന ഉണക്ക പ്രേമമല്ല ഞങ്ങളുടേത്. ബി പ്രാക്ടിക്കൽ. സന്ധ്യ, നമുക്ക് സന്ധ്യക്ക് കാണാം. എന്താ പേരെന്ന് പറഞ്ഞത്? ഇപ്പൊ തന്നെ 3 പ്രാവശ്യം പറഞ്ഞു. സേതു. ആ, സേതു. ഗൗരവമായിട്ടുള്ള എന്തെങ്കിലും ആലോചിച്ചാൽ പറഞ്ഞു വന്ന് ഞാൻ പെട്ടെന്ന് മറക്കും. കണ്ടു മുതലേ എങ്ങനെയാണ്. സേതു. ആ, സേതു. സേതുവിന് എന്റെ പെങ്ങളെ ഇഷ്ടമാണ്. അവളെ വിവാഹം കഴിക്കണമെന്നാണ് ആഗ്രഹം. അതെ, അമ്മ മാത്രമേ ഉള്ളൂ വീട്ടില്. ടീച്ചറാ. ഒരുപാട് നാളായിട്ട് അമ്മ നിർബന്ധിക്കുന്നു. മനസ്സിനിണങ്ങിയ ഒരു കുട്ടിയെ കണ്ടെത്തട്ടെ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഞാൻ. അമ്മണിയെ കണ്ടപ്പോ ഞാൻ മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന പെൺകുട്ടി അവളാണെന്ന് തോന്നി. അതാണ് ചേട്ടനോട് നേരിട്ട് സംസാരിക്കാന്ന് വിചാരിച്ചത്. വിരോധം വല്ലതും ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ അധ്യായം അടയ്ക്കാമല്ലോ. നിങ്ങളുടെ ഈ തന്റെ ഇടം എനിക്ക് ഇഷ്ടമായി. ഈ തന്റെ ഇടം കാണിക്കാൻ മറന്നുപോയുണ്ടല്ലേ. ഇഷ്ടം തോന്നുന്ന പെൺകുട്ടിയെ സ്വന്തമാക്കാന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യമാണ്. ഞാൻ അച്ഛനോട് പറയാം. മോളവിടെ നിൽക്കേ. എന്റെ മോന് തെറ്റിയിട്ടില്ല. നിന്നെ പോലൊരു മരുമകളെയാ ഞാൻ ആഗ്രഹിച്ചതും. മരുമോളായിട്ടല്ല, മോളായിട്ടാ നിന്നെ ഞാൻ കാണുക. എന്റെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. ആ മക്കളൊന്നും ഒരു കര പറ്റിയിട്ടില്ല. പക്ഷെ അവർക്ക് അനിയത്തിയോട് സ്നേഹമുണ്ടല്ലോ, അത് മതി. കഴിയുന്നതും വേഗം അമ്മണിയെ ഞങ്ങൾക്ക് തരണം. ഉറപ്പായിട്ടും തരണം. എന്ന് വെച്ച് ഒരുമാതിരി കുറുപ്പിന്റെ ഉറപ്പോലെ ആവരുത്. ഞാൻ പറഞ്ഞില്ലേ, എന്റെ അച്ഛനും ഒരു കുറുപ്പാ. പക്ഷെ പറഞ്ഞ വാക്ക് പാലിച്ചിട്ടില്ല. എന്താ? അച്ഛൻ അമ്മയ്ക്ക് ഉറപ്പ് കൊടുത്തതല്ലേ ജീവിതകാലം മുഴുവൻ പൊന്നുപോലെ നോയിക്കോളാന്ന്. എന്നിട്ടെന്താ? പറഞ്ഞ വാക്ക് കാറ്റി പറത്തി ഒരു ഹാർട്ട് അറ്റാക്കിന്റെ പേരും പറഞ്ഞ് നെഞ്ചത്ത് കൈയും അമർത്തി പിടിച്ച് മൂപ്പരങ്ങ് പോയി. അമ്മയും ഞാനും തനിച്ചായി. നമുക്ക് നടത്താം. അടുത്തു വരുന്ന ഏറ്റവും നല്ല മുഹൂർത്തത്തിൽ ഉറപ്പായിട്ട് നടത്താം. സാറിനേറെ മോഹങ്ങളുണ്ട്. ആ മോഹങ്ങളൊക്കെ സാറിന് ഭാഗ്യത്തിൽ തെളിയാൻ പോവുകയാണ്. സാറിന് അടുത്ത മാസം 25-ാം തീയതി കഴിഞ്ഞ് കിട്ടിയാൽ ചില പ്രതീക്ഷകളൊക്കെ സാധ്യമായി വരും. സന്താനങ്ങളെ കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ കാണുന്നുണ്ട്. വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള യോഗം കണ്ടുവരുന്നു. ഈ തത്ത വിചാരിച്ചാലൊന്നും തന്റെ തലയിലെഴുത്ത് മാറില്ല. തലയിലെഴുത്ത് മാറണ ഒരു ലക്ഷണം എന്റെ കയ്യിലുണ്ട്. ഇതൊന്നേ പോരാതെ. വിനയന്റെ ജോലിക്കാര്യം പറഞ്ഞ് ഞാൻ അളിയന് അയച്ച കത്തിന് അളിയന്റെ മറുപടി എനിക്ക് ഇന്നാണ് കിട്ടിയത്. മംഗലാപുരത്തിനപ്പുറത്ത് അവന്റെ സുഹൃത്തിന്റെ ഒരു തോട്ടത്തില് സൂപ്പർവൈസറുടെ ഒരു ജോലി ഒഴിവുണ്ട്. ആ ജോലി വിനയന് ശരിയാക്കി കൊടുക്കാന്നാണ് ദേ ഇതിൽ എഴുതിയിരിക്കുന്നത്. പിന്നെ ദേ ഒരു കാര്യമുള്ളൂ, വിനയനെ അവർക്കൊന്ന് കാണണം. അവൻ ഒറ്റയ്ക്ക് അയച്ചാൽ ശരിയാവില്ല. 2 ദിവസം ലീവ് എടുത്ത് താനും കൂടെ ഒന്ന് പോണം. ഇത് കിട്ടും. എന്നാലും അവിടെ ചെന്ന് ഇത്തിരി അധ്വാനിച്ച് നേടിയെടുക്കാൻ അവനോട് പറയണം. ഇതൊരു നല്ല സമയ. അമ്മണിയുടെ കല്യാണവും വിനയന്റെ ജോലിയും. ഞാൻ പറഞ്ഞില്ലേ താൻ പച്ച പിടിക്കുമെന്ന്. സ്ഥിരമായിട്ടൊരു ജോലി കിട്ടാൻ പോകുന്നറിഞ്ഞപ്പോ സായിപ്പിന്റെ ഒരു ഗമ ഉണ്ടില്ലേ. ഇന്നേ ബേക്കറിയിൽ സ്പെഷ്യൽ കേക്ക് ഉണ്ടാക്കണമെന്നാ കേട്ടത്. അമ്മണി, അച്ഛന്റെ ബാഗ് എവിടെ? ദാ എടുക്കുന്നു. നിന്റെ കല്യാണവും എന്റെ ആദ്യത്തെ ശമ്പളവും ഒന്നിച്ചാവുമെന്ന് അടിയോടി പറഞ്ഞത്. ഒരു 5-6 മാസത്തെ ശമ്പളം ഒന്ന് കിട്ടിക്കോട്ടെ. ഞാൻ നിനക്ക് 2 ഹെയർ പിൻ വാങ്ങി തരുന്നുണ്ട്. എനിക്കറിയാം അത്ര തന്നെ ഉണ്ടാവൂന്ന്. ನೋಡ್ರಿ, ಇಲ್ಲಿಂದ ಸ್ಟೇಟ್ ಹೋಗಿದ್ರೆ ಮಂಗಲಾಪುರಂ, ಅಲ್ಲಿ 55 കിലോമീറ്റർ അർപ്പനഹള്ളി. ഇവിടെ നിന്ന് നേരെ പോയാൽ മംഗലാപുരം. മംഗലാപുരത്ത് നിന്ന് 55 നാഴിക അർപ്പനഹള്ളി. ഹള്ളി എന്ന് പറഞ്ഞ ഗ്രാമം. അവിടുന്ന് ഒരു ജീപ്പ് പിടിച്ച് നേരെ കിഴക്കോട്ട് പോവാ. അതാണ് ശാവന്നൂര്. ഇതൊരുമാതിരി പിള്ളേരെ പഠിക്കണമല്ലോ.
എലിയെ പിടിക്കാൻ പൂച്ചയ്ക്ക് വഴി കാണിച്ചു കൊടുക്കുന്നല്ലേ? ഇതും ഒരു എരിപിടുത്തം തന്നെയാ. തന്റെ അച്ഛനോട് ആരോട് ഇതിന്റെ ഉള്ളിലേക്ക് എത്തിച്ചു നോക്കാൻ പറഞ്ഞത്? ഈ ഉന്നത കലാകാരന്റെ അവശ പെൻഷൻ എന്തായി? പെൻഷൻ കിട്ടണമെങ്കിൽ ഒന്നുകിൽ കലാകാരനായിരിക്കണം, ഇല്ലെങ്കിൽ അവശനായിരിക്കണം. മുത്തച്ഛൻ ഇത് രണ്ടുമല്ല, തനി തോന്നിയവാസി. തോന്നിയവാസി നിന്റെ തന്തയാടാ. നിപ്പണ്ട് നേരിട്ട് അങ്ങ് പറഞ്ഞേക്ക്. ഇനി പോന്നേരം വല്ലതും പറഞ്ഞ അച്ഛനെ പിണക്കണ്ട. ഭയങ്കര ഇറങ്ങുകയല്ലേ? 9 ആകാലുള്ളൂ. ഇനി ധൈര്യമായിട്ട് ഇറങ്ങാം. വന്ന് വന്ന് മലയാള അമ്മ ജ്യോതിഷത്തിലും കൈവച്ചോ? ഒന്ന് പോടാ അവിടുന്ന്. അച്ഛാ, ഇന്നലത്തെ കളക്ഷനാ. സൗകര്യം പോലെ അടച്ചാൽ മതി. ഇത് അച്ഛന്റെ കയ്യിലിരിക്കണം. വേണ്ട വേണ്ട വേണ്ട, നിനക്ക് പോസ്റ്റ് ഓഫീസ് അടയ്ക്കാനുള്ള കാശല്ലേ? എന്റെ ആവശ്യമുണ്ടാ? ഉണ്ടെന്ന് പറഞ്ഞാൽ അച്ഛന്റെ ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. ഇതിരുന്നോട്ടെ. വാങ്ങു കുറുപ്പേ, അവനൊരു ഗുരുത്തം കിട്ടട്ടെ. ദേ പിന്നെ അവിടെ ചെന്ന് നിന്റെ ജാടയൊന്നും കാണിച്ചേക്കരുത്. കാലി വീണിട്ടായാലും ശരി, ജോലി നക്കിയെടുത്തോളണം. ആ തോട്ടം ഉടമസ്ഥന്റെ കാല് തന്നെ വാരിയെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് സമർപ്പിക്കാം. എന്താ പോരെ? മതി. നിന്നെ എനിക്ക് അറിയില്ലടാ കുട്ടി. എന്നാ അങ്ങോട്ട് ഇറങ്ങാം. സ്റ്റേഷൻ വരെ ഞാനും വരാം. പോയിട്ടെ. പിന്നെ അച്ഛനെ പ്രത്യേകം ശ്രദ്ധിച്ചോണം. വെറുതെ കറങ്ങി നടക്കരുത്. ಏನ್ರಿ ರಾಯ್ರೆ, ಬೆಳಿಗ್ಗೆ ಗೌಡೆ ಬಂದನ? ಇಲ್ಲ. ಬಂದ್ರೆ ನನ್ನ ಮನೆಗೆ ಬರೋದು ಕೇಳು. സോറി. മറന്നുಬಿಡ್ಬೇಡ. ഇവിടെ നിന്ന് എത്ര ദൂരം ഉണ്ടാവും അച്ഛാ? അധികമില്ല, ഒരു 3 മണിക്കൂർ യാത്ര വരും. ജോലി കിട്ടുമായിരിക്കല്ലേ? കിട്ടണം. നേരാമണ്ണ ആപ്ലിക്കേഷൻ അയച്ചിട്ട് കിട്ടാഞ്ഞോണ്ടല്ലേ നേരിട്ട് എല്ലാം അടിയോടി പറഞ്ഞത്. പിന്നെ അടിയോടി ഒരു ബന്ധമുണ്ടല്ലോ അവിടെ. നല്ല സ്ട്രോങ് കാപ്പി. ഉടുപ്പി ബ്രാഹ്മിൻസിന്റെ അല്ലേ? കാപ്പിയുടെ കാര്യത്തിൽ ഇവരെ കഴിഞ്ഞേ ഉള്ള ആരും. ഇത് കുറെ നേരമായാലും ആറ്റിക്കൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട്. ഇതങ്ങ് കഴിച്ചൂടെ? കഴിക്കണം. പിന്നെന്താ ഒരു പ്രശ്നം പോലെ? വയറിന് നല്ല സുഖമില്ലേ? നല്ല സുഖമില്ല. എന്തു പറ്റി? ഞാനീ പേഴ്സ് ഇവിടെ വെക്കാറുള്ളതേ, അതാരോ പോക്കറ്റ് അടിച്ച്. മണി 10 കഴിഞ്ഞിട്ടേ ഉള്ളൂ. ബസ് സ്റ്റാൻഡിൽ ഒരു ഈച്ച പോലും ഇല്ല. കയ്യിൽ കാശുണ്ടായിരുന്നെങ്കിൽ ഒരു ടാക്സി പിടിച്ച് പോവായിരുന്നു. എന്നാലും അത് ആരാ അച്ഛന്റെ പോക്കറ്റ് അടിച്ചത്? അഡ്രസും ഫോൺ നമ്പറും തന്നിട്ട് ആരെങ്കിലും പോക്കറ്റ് അടിക്കാറുണ്ടോ? ആ വഴികൾ ലോറിയും കാണും. കൈ കാണിച്ച് നോക്കിയാലോ? ഉറങ്ങില്ലേടാ? നീ ഉറങ്ങി, ഞാൻ ഉറങ്ങല്ലേ? നമ്മൾ ഉറങ്ങിയ ഡ്രൈവർ ഉറങ്ങും. അയാളാണ് 2 എണ്ണം വീശിട്ടുണ്ട്. നല്ല മണം. ഓ ചേട്ടാ, നിങ്ങൾ കുടിച്ചിട്ടുണ്ടോ? ಕೊಳ್ಳೇಗಳಿಂದ ನೇರಾಗಿ ಬರ್ತಾ ಇದ್ದೀನಿ. ಯಾಕೆ ಎದುರಿಸ್ತೀರಾ? ഞാൻ പറഞ്ഞില്ലേ കുടിച്ചിട്ടില്ല എന്ന്. എന്തായാലും നീ ഇരുന്ന് ഉറങ്ങണ്ട. എന്താ അമ്മേ? അടിയോടി വന്ന് പറയുന്നു ബൂത്തിൽ കുറെ നേരമായിട്ട് ഫോണ് ബെല്ലടിക്കുന്നു. ഈ നേരത്തോ? കമ്പനിയിൽ നിന്ന് ഷിഫ്റ്റ് കഴിഞ്ഞ് വരുന്ന വഴിയാ ഞാൻ. ഒരു തവണ കുറെ നേരം ബെല്ലടിച്ചു, കട്ടായി. വീണ്ടും കുറെ നേരം അടിച്ചു, പിന്നെയും കട്ടായി. 3ാമത് അടിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ആ ടോർച്ചിങ് വരും. അമ്മ ഞാനൊന്ന് പോയി നോക്കിട്ട് വന്നാലോ? ഹലോ ഏട്ടാ, ഞാൻ വിനയനാണ്. ഞങ്ങൾക്ക് മംഗലാപുരത്ത് നിന്നും ഒരു ലോറിയാണ് കിട്ടിയത്. ആ ലോറി ഒരു പാലത്തിൽ നിന്ന് മറിഞ്ഞു. ഡ്രൈവർ മരിച്ചു. ക്ലീനറെ അച്ഛനെയും കാണാനില്ല. വല്യേട്ടാ, ഒരു പോലീസ് ജീപ്പ് വന്നിരിക്കുന്നു. എന്താ? അറിയില്ല. അപകടം നടന്ന സ്ഥലത്ത് കഴിഞ്ഞ ഒരാഴ്ചയായി ഞാനുണ്ടായിരുന്നു. ഡ്രൈവറുടെ ബോഡി അന്നേ കിട്ടി. ക്ലീനറുടേത് ഇന്നലെ. അവർ തിരച്ചിൽ നിർത്തി. ആ പുഴയിൽ വീണാൽ ബോഡി കിട്ടാൻ
ഇന്നേക്ക് 14 ദിവസം കഴിഞ്ഞില്ലേ? ഇനിയിപ്പൊ കിട്ടിയാ തന്നെ ഇതൊക്കെ തെരച്ചിലുകാർക്ക് പുഴയിൽ നിന്നും കിട്ടിയതാണ്. അച്ഛൻ്റെതാണെങ്കിൽ ഇതിലൊന്ന് ഒപ്പിട്ട് തരണം. ഇത് വെറും ഒരു അനുശോചന യോഗമല്ല. കൃഷ്ണക്കുറുപ്പിന്റെ വേദനാനിർഭരമായ മരണത്തിൽ നമുക്കെല്ലാം ദുഃഖമുണ്ട്. ആ നല്ല മനുഷ്യൻ കൈപിടിച്ചുയർത്താൻ ശ്രമിച്ച ആ കുടുംബത്തെ ആവും വിധം സഹായിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. അതുകൊണ്ട് കുറുപ്പിന്റെ വീട്ടുകാർക്ക് സഹായധനമായി ഈ കമ്പനിയിലെ തൊഴിലാളികൾ ഒരു പണക്കിഴി നൽകണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ആ പണക്കിഴി സമാഹരണത്തിന്റെ ഉദ്ഘാടനവും ഞാനിവിടെ നിർവഹിച്ചു കൊള്ളുന്നു. ഒക്കെ ഒരു യോഗം എന്നങ്ങോട്ട് വിചാരിക്കുക. എല്ലാം നന്നായി വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു അന്ത്യം അച്ഛനുണ്ടാവുന്ന ആരറിഞ്ഞു? അമ്മ എങ്ങനെയുണ്ട്? ഒരു മിണ്ടാട്ടമില്ല, കരയില്ല, ചിരിക്കില്ല. അങ്ങനെ പറയരുത്. അതിനല്ല കുറുപ്പിന്റെ മൂത്ത മകനായി സുധാകരൻ ജനിച്ചത്. അമ്മയെ തിരിച്ചെടുക്കണം. പഴയ ഉല്ലാസം അമ്മയിൽ വീണ്ടെടുക്കണം. സത്യം പറഞ്ഞാൽ ചവിട്ടു നിന്ന മണ്ണ് വാർന്നു പോയവരാണ് എൻ്റെ അവസ്ഥ. വീട്ടിലെ സംഗതികള് ആകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുക. അച്ഛൻ്റെ ഒറ്റ വരുമാനം കൊണ്ടായിരുന്നു ഞങ്ങൾ ഇത്രയും പേർ ഇത്രയും കാലം. അച്ഛന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഇനി സുധാകരൻ വേണം വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ. അമ്മിനിയുടെ കല്യാണം നടത്തണം, അമ്മയുടെ വേദന മാറ്റണം. ഉത്തരവാദിത്തങ്ങള് ഒരുപാടുണ്ട്. ഒരു കാര്യം പറയാൻ പറ്റൂ, ഇനി വൈകിക്കണ്ട. അച്ഛന് വേണ്ട കർമ്മങ്ങൾ ചെയ്യണം. ശാന്തി കിട്ടട്ടോ, അച്ഛനെ മാത്രല്ല. സുധാകരൻ എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? അല്ല, ഒരുപാട് കാലം അച്ഛൻ ജോലി ചെയ്തിരുന്ന സ്ഥലമല്ലേ ഇത്. ഓർക്കുമ്പോ ഒരു വിഷമം. ഓർക്കണ്ട. ഇതാണ് പ്രോവിഡന്റ് ഫണ്ടിന്റെ കടലാസ്. ഓരോ ഷീറ്റിലും അമ്മയെ കൊണ്ട് ഒപ്പിടിക്കണം. ഒരാഴ്ചക്കുള്ളിൽ പണം കിട്ടും. ഒരു ജീവന്റെ വില അല്ലേ? ജീവന്റെ വില അത് മാത്രമല്ല, ഇൻഷുറൻസ് തുക കുറെ കൂടെ വലുതാ. അച്ഛന്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടിയോ? വിനയൻ അതിനു വേണ്ടി ഓടി നടക്കുക. അതും പെട്ടെന്ന് ശരിയാക്കണം. കൃഷ്ണക്കുറുപ്പ് സഹായ നിധിയുടെ മീറ്റിംഗിൽ നിന്ന് വരികയാണ് ഞാൻ. പണക്കിഴി പുരോഗമിക്കുന്നുണ്ട്. അപ്പോഴേ അടിയോടിയുടെ വകയൊന്നും കിട്ടിയില്ല. ഈ പണക്കേട് ആവശ്യമൊന്നുമില്ല. അത്ര വലിയ വിഷമങ്ങളൊന്നും ഇല്ലാതെ തന്നെ കുടുംബം കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ് ഞാൻ. എന്തിനാ വെറുതെ അല്ല, പണക്കിഴി ആവശ്യമുണ്ട്, ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ആ ഇനിതാ ഇവിടെ പ്രോവിഡന്റ് ഫണ്ടിന്റെ പണം കിട്ടിയാൽ കുറച്ച് പാർട്ട്ണർമാരെ കൂടെ ചേർത്ത് ഒരു ബസ് വാങ്ങിയാലോ എന്ന് ആലോചിക്കാൻ. ഞാൻ റൂട്ട് പെർമിറ്റ് ഉള്ള ഒരു ബസ് ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. ബസ് അവിടെ നിൽക്കട്ടെ. പ്രോവിഡന്റ് ഫണ്ടിൽ നിന്ന് കടമെടുത്ത് കുറെ രൂപ ചന്ദ്രേട്ടന് കൊടുക്കാന്ന് അച്ഛൻ പറഞ്ഞിരുന്നു. അതെ, അതാദ്യം ചെയ്യേണ്ടത്. കള്ളം പറയല്ലേ ചേച്ചി, അച്ഛൻ അങ്ങനെയൊന്നും പറയില്ല. പറഞ്ഞു. എനിക്ക് കായക്കച്ചവടത്തിന് മാർക്കറ്റിൽ കുറച്ച് സ്ഥലം കിട്ടാൻ 30,000 രൂപ തരാമെന്ന് അച്ഛൻ എന്നോട് നേരിട്ട് പറഞ്ഞത്. അതനുസരിച്ച് ഞാൻ എന്റെ കയ്യിൽ നിന്ന് 15,000 രൂപ ഇട്ട് മാർക്കറ്റിൽ നല്ലൊരു സ്ഥലം നോക്കി വെക്കുകയും ചെയ്തു. ബസ് വാങ്ങിയാൽ ഈ കുടുംബം രക്ഷപ്പെടും. ഇക്കാലത്ത് ബസ് വാങ്ങി ഒരു കുടുംബവും രക്ഷപ്പെട്ടിട്ടില്ല. വേറെ ആവശ്യക്കാരൊന്നും ഈ പണത്തിനില്ലല്ലോ. സ്വന്തം ആവശ്യങ്ങൾ കിടക്കേ നിങ്ങൾ മറന്നുപോയൊരു കാര്യമുണ്ട്. അമ്മയുടെ വിവാഹം അച്ഛൻ നിശ്ചയിച്ച ദിവസം തന്നെ അത് നടത്താൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ പണം അതിനുള്ളതാണ്. കല്യാണമാണോ ഏട്ടാ വലിയ പ്രശ്നം? ബസ് വാങ്ങിയാൽ 1 വർഷത്തിനുള്ളിൽ ഇവളുടെ കല്യാണം ഞാൻ നടത്തിത്തരാം. നടത്തി കഴിഞ്ഞൊരു കല്യാണമല്ലേ എന്റേത്. അന്ന് പറഞ്ഞ സ്ത്രീധനത്തിന്റെ 10-1 നിങ്ങൾ ആരെങ്കിലും ചന്ദ്രേട്ടന് കൊടുത്തിട്ടുണ്ടോ? ഒടുക്കത്തെ ഒരു സ്ത്രീധനം. അത്രയ്ക്ക് വലിയ വിഷമമാണെങ്കിൽ ചേച്ചി ഒരു കാര്യം ചെയ്യും, അളിയനെ അങ്ങ് കളഞ്ഞേക്ക്. ആരും തർക്കിക്കണ്ട. അച്ഛന്റെ ആഗ്രഹം പോലെ അമ്മയുടെ കല്യാണം നടക്കട്ടെ ആദ്യം. അച്ഛനില്ലാന്ന് വെച്ച അച്ഛന്റെ സിംഹാസനത്തിൽ കയറിയിരിക്കുന്നത് ആർക്കും അത്ര നല്ലതല്ല. നിങ്ങളെപ്പോലെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ഒച്ച വയ്ക്കാത്തത് കൊണ്ട് അവൾ ഒറ്റപ്പെടാൻ പാടില്ല. ഞാനത് സമ്മതിക്കുകയില്ല. ഇനി അതിനുവേണ്ടി നിങ്ങളെ ഇത്തിരി വിഷമിപ്പിക്കേണ്ടി വന്നാലും ഞാനതൊട്ട് കാര്യമാക്കുകയില്ല. അമ്മ, ഞാൻ ആ സേതുവിനെ കണ്ടെന്ന് സംസാരിക്കട്ടെ. എന്താ മോളെ? എന്ത് പറ്റി? ഞാനൊരു കാര്യം പറഞ്ഞ ഏട്ടന് വിഷമം തോന്നരുത്. ഇല്ല, എനിക്കിപ്പോ കല്യാണം വേണ്ട. അവരൊക്കെ പറഞ്ഞു കേട്ടിട്ടാണോ? അച്ഛൻ പോയില്ലേ ഏട്ടാ, അതിനേക്കാൾ വലുതാണോ ഇതൊക്കെ? വിനയേട്ടൻ ബസ് വാങ്ങിച്ചോട്ടെ, ചേച്ചിയുടെ ആവശ്യങ്ങളും നടക്കട്ടെ.
കല്യാണത്തിനൊക്കെ ഇനി സമയമുണ്ടല്ലോ. ഏട്ടൻ എന്തിനാ വെറുതെ എനിക്ക് വേണ്ടി? ഇനി ഒന്നും പറയരുത്. പറഞ്ഞാൽ ഏട്ടന് വിഷമാവും. കരുതി വെച്ചിരുന്ന ധൈര്യം എല്ലാം പോവും. അച്ഛൻ പണ്ട് പറയാറില്ലേ, ഓരോന്നിനും അതിൻ്റെതായ ഒരു സമയമുണ്ടെന്ന്. ആ സമയത്ത് നടന്നില്ലെങ്കിൽ പിന്നെ അതിനായി വേറൊരു സമയം വരില്ല. അതനുഭവിച്ചൊരു വിഡ്ഢിയാണ് ഈ ഏട്ടൻ. ആ വിഡ്ഢിത്തം നിനക്കൂടി വരാൻ ഞാൻ സമ്മതിക്കില്ല. ചെന്ന് മുഖം കഴുക. കരഞ്ഞത് അമ്മ കാണണ്ട. അച്ഛനെ പോയിട്ടുള്ളൂ, ഏട്ടനുണ്ട്.